ലിസൺ ടു ദ പേഷ്യൻ ഈസ് ടെല്ലിങ് യു ദ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പേഷ്യന്റ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. ഹാർട്ടിന്റെ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഒരു 5% കേസിൽ തെറ്റും. അതായത് നമ്മൾ ക്ലിനിക്കലി ഒട്ടും കാർഡിയാക് പെയിൻ അല്ല എന്ന് തീരുമാനിച്ച് തല കയറ്റി വെച്ചേക്കുന്ന സാധനം സംശയം നിർത്തിക്കാൻ ആൻജിയോഗ്രാം നോക്കിയാൽ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഹാർട്ടിന്റെ പെയിൻ അല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് പേഷ്യന്റ് നിർബന്ധത്തിന് ആൻജിയോഗ്രാം ചെയ്ത് ഞാൻ ബ്ലോക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് തെറ്റാനുള്ളൊരു പോസിബിലിറ്റി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. ചില ആളുകൾ വന്നിട്ട് സാറേ ഇപ്പം ഞാൻ 2 ആഴ്ച മുമ്പ് TMT ചെയ്തു, എൻ്റെ ഫ്രണ്ട് 2 ആഴ്ച മുമ്പ് TMT ചെയ്തു, ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്, വീട്ടിൽ പോയി 4 ദിവസം കഴിഞ്ഞപ്പം രാവിലെ മരിച്ചുപോയി എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഓക്കെ, TMT എന്ന് പറഞ്ഞാൽ ഒരു 75% ആക്യുറസി ഉള്ളൊരു ടെസ്റ്റാണ്. ആൻജിയോഗ്രാം ഒരു 100% ആക്യുറസി ഉള്ള ടെസ്റ്റാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. അപ്പം ചില ആളുകൾ വന്ന് നമ്മൾ OP വന്ന് സാറേ നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതിൽ കുറച്ച് കാര്യമുണ്ട്. ഞാനൊക്കെ അതിൽ പെടുന്ന ആളാണ്. ഞാൻ മധുസാറിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മയെ കൊണ്ടുവന്നിട്ടുള്ളത്. സാർ ആദ്യം TMT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ആൻജിയോഗ്രാം എടുക്കാം സാർ, ഞാൻ ഡോക്ടറായപ്പോ. അല്ല, അത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാരണവശാലും കാർഡിയാക് അല്ല എന്ന് വിചാരിക്കുന്ന അത് ഒരു 90% ടൈംസും നമ്മുടെ നിഗമനം ശരിയാണ്. പക്ഷെ ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതാണ് ശരിയാണ്.